നിങ്ങൾ അങ്ങോട്ട് പോവാണെങ്കിൽ ഇങ്ങോട്ട് പോകണമെന്ന് പറയണം. യഥാർത്ഥത്തിലുള്ളത് പറയരുത്, മിസ്ലീഡ് ചെയ്യണം. മോഹൻലാലിന്റെ അടുത്താണ് നമ്മളൊരു കഥ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നമ്മൾ ഇന്ദ്രൻസുമായിട്ടൊരു പടം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ മോഹൻലാലിന്റെ കഥ ഇല്ലല്ലേ, മോഹൻലാലല്ലോ ഇന്ദ്രൻസാ എന്നൊക്കെ പറയുമ്പോ ഓ ഇന്ദ്രൻസ് ആണല്ലേ. ഉള്ളിന്റെ ഉള്ളിലേ നമുക്കൊക്കെ ഉണ്ടത് ചെറിയൊരു അസൂയ. മനസ്സിനെ ധീരമായി മാറ്റാൻ തയ്യാറാക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യം റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഭാഗ്യത്തിനെ തടയുന്ന മതിൽക്കെട്ട് പൊളിച്ച് മുന്നോട്ട് പോകണം. ഭാഗ്യത്തിന്റെ മതിൽക്കെട്ടിനെ തകർത്തുകൊണ്ട്, ഫിയർ ഓഫ് ആളിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മാത്രമാണ് വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ കംഫർട്ട് സോണിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ, ഈ വളർച്ച താഴേക്കുമുണ്ട്. അതുകൊണ്ടാണ് ചില പ്രസ്ഥാനങ്ങൾ, ചില മനുഷ്യർ, ചില ഓർഗനൈസേഷൻസ്, ചില സംഗതികളൊക്കെ തകർന്നു പോകുന്നത്. നമസ്കാരം. വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മെഡിമിക്സ്. ഭാഗ്യത്തിന്റെ ഏത് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്? നമ്മളിന്ന് ഭാഗ്യം, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വിഷയത്തിൽ ധാരാളമായിട്ട് ഓഡിയൻസ് പ്രതികരിച്ചിട്ടുണ്ട്, കാഴ്ചക്കാർ. അത് നന്നായിട്ട് ആളുകൾ ആ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഭാഗ്യാന്വേഷികൾക്ക് ഒരു മാർഗരേഖ ആയിട്ട് ഇത് മാറുന്നു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭാഗ്യവും മനുഷ്യ മനസ്സും തമ്മിലുള്ള ബന്ധം, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ മനുഷ്യ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഭാഗ്യം ഒരു നിർമ്മിതിയാണ് എന്നതാണ് നമ്മൾ, ഭാഗ്യം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കാര്യമാണെന്നാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ അതെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് ഈ നിർമ്മിതിയാണെങ്കിൽ അതിന്റെ എവിടെ നിന്നാണ് പിന്നെ അത് വരുന്നത്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്, നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഭാഗ്യത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫിൽട്ടർ പോലെയാണ്, ഒരു ഫിൽട്ടറാണത്. അത് അരിച്ചെടുത്തിട്ട്, ഫിൽറ്ററിന്റെ പണി എന്താ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അരിച്ചെടുത്ത് വേണ്ടത് മാത്രം എടുത്തിട്ട് അത് അവിടെ ബാക്കിയാക്കും, അല്ലെ? നമുക്ക് വേണ്ടത് എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് തലച്ചോറില് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, RAS എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഈ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഇവിടെ നിന്നാണ് ട്രാൻസ്മിഷൻസ് ഒക്കെ നടക്കുക. ഈ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുറത്തേക്കുള്ള എല്ലാ ഈ തരംഗങ്ങളും, ചിന്താ തരംഗങ്ങൾ എന്ന് നമ്മൾ പറയും. ഈ ചിന്താ തരംഗങ്ങൾ എനർജിയാണല്ലോ. ഈ ട്രാൻസ്മിഷൻ മുഴുവൻ ഈ RASലൂടെയാണ്. RAS സെറ്റ് ആവണം. നമ്മളൊരു കാര്യമായി ചിന്തിക്കുമ്പോൾ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ RASൽ സെറ്റ് ആവും. ഈ RASൽ സെറ്റായിട്ട് ഇവിടുന്ന് ട്രാൻസ്മിഷൻ നടക്കും. ഈ ട്രാൻസ്മിഷൻ ഒരു പിന്നെ എന്താണ്, ടെലിവിഷൻ പിന്നെ ചാനലിന്റെ അകത്ത് എങ്ങനെയാണോ ട്രാൻസ്മിഷൻ നടക്കുന്നത്, ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരു ട്രാൻസ്പോണ്ടറിലേക്ക് അയച്ചിട്ട് അത് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ടെലിവിഷനിലേക്ക് ഇങ്ങനെ പോവല്ലേ. ഇതേപോലെ തന്നെ അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ആ ട്രാൻസ്മിഷന്റെ ഇതും കൂടും, അതിന്റെ വൈപുല്യം കൂടും, വലിപ്പം കൂടും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. നിങ്ങൾ മൃഗങ്ങളെ നോക്കിയിട്ടുണ്ടോ? മൃഗങ്ങൾ ഈ ബാക്കിലാണ്. ഇവിടെ അടി കിട്ടിയാൽ നമ്മൾ മരിച്ചു പോകും, പെട്ടെന്ന് സ്പോട്ടിൽ മരിച്ചു പോകും. ഫിലിപ്പ് ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ പന്ത് കൊണ്ടിട്ടാണ് മരിച്ചു പോയത്. അതെ, അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തിനാണോ പ്രാധാന്യം നൽകുന്നത് അത് നമ്മൾ കാണിച്ചു തരും. നമ്മൾ എന്തിനാണോ പ്രാധാന്യം നൽകുന്നത് ഏറ്റവും കൂടുതൽ അത് നമ്മൾ കാണിച്ചു തരും. ഇപ്പൊ നമ്മൾ ഒരു ചുവന്ന ഒരു കാറ്, ഒരു പർട്ടിക്കുലർ കാർ, ഇപ്പൊ മഹേന്ദ്രയുടെ EV വെഹിക്കിൾ ഇപ്പോ സതീഷ് എടുത്തു. സതീഷിന് വലിയ ആഗ്രഹമായിരുന്നു ആ വാഹനം എടുക്കണമെന്ന്. സതീഷ് അത് ബ്ലാക്ക് കാറാണ് എടുത്തത്. സതീഷിന്റെ മനസ്സിൽ ആ കാറിനെ കുറിച്ച് പോയപ്പോ എന്നോട് പറഞ്ഞു, റോജുടെ എങ്ങനെങ്കിലും ഞാൻ ആ കാർ എടുക്കും. അപ്പൊ പിന്നെ ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഈ ആഴ്ചയിലെ കാർ എടുക്കും കേട്ടോ, അതെങ്ങനെയെങ്കിലും ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എടുത്തു. കാരണം പുള്ളിയുടെ, നിങ്ങളിത് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് തീവ്രമായിട്ട് നിങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങി ഈ വണ്ടി മാത്രം, അയ്യോ ഇതേ പോകുന്ന വണ്ടി, അതാ പോകുന്ന വണ്ടി, നമ്മൾ പുറത്തിറങ്ങിയ പിന്നെ ഈ വണ്ടി മാത്രമേ കാണൂ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ. അത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. ഇത് ഈ അവസരങ്ങളെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരാളോട് വഴി പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഫോണിലൂടെ ഒരാൾ വണ്ടി ഓടിച്ചു വരികയാണ്. അപ്പൊ വഴി പറഞ്ഞു കൊടുക്കുമ്പം അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ പ്രിയപ്പെട്ട കാര്യം വെച്ചിട്ട് വേണം നമ്മൾ വഴി പറഞ്ഞു കൊടുക്കാൻ. അയാൾ നന്നായി മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ ഏതെങ്കിലും ബാർ അടയാളം പറഞ്ഞാൽ പെട്ടെന്ന് ഇയാൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ വൈൻ ഷോപ്പുകൾ പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതേസമയത്ത് അയാൾ ഓട്ടോമൊബൈൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാറ് ഒക്കെ വെച്ചിട്ടുള്ള കാർ ഷോപ്പ്, വർക്ക്ഷോപ്പുകൾ, ഇതൊക്കെ പറഞ്ഞാലാണ് പെട്ടെന്ന് അയാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പൊ അയാളുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ച് നമുക്കിത് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സതീഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ട് അത് തന്നെ നമ്മൾ കാണിച്ചു തരും. എനർജിയുടെ പേര് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുക. RASൽ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ സെറ്റായി.
പിന്നെ അങ്ങ് വിട്ടാൽ മതി, പിന്നെ അത് ഓട്ടോമേഷൻ അങ്ങ് പോകും, പിന്നെ അത് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യം എന്ന് പറയുന്ന സാധനം, നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഭാഗ്യം എന്ന് പറയുന്നത് പുറം ലോക സംഭവം അല്ല. യഥാർത്ഥത്തിൽ അത് നടക്കുന്നത് മനുഷ്യന്റെ മനസ്സിനകത്താണ്. നമ്മൾ ലോകത്തെ കാണുന്ന രീതിയാണ്. നമ്മളെപ്പോഴും പുറത്താണെന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയല്ല. ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ പെർസ്പെക്റ്റീവാണ്. ആ പെർസ്പെക്റ്റീവിലൂടെയാണ് നമ്മൾ ഇതിനെ കാണുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ പ്രോഫസീസ് ഉണ്ട്, സെൽഫ് ഫില്ലിംഗ് പ്രോഫസീസ് ആണ്. സ്വയം സഫലമാകുന്ന പ്രവചനങ്ങളുണ്ട്. നമ്മുടെ തന്നെ പ്രവചനങ്ങൾ, നമ്മുടെ തന്നെ വാക്കുകൾ സ്വയം. അതെങ്ങനെയാണ്? ശക്തമായ ഒരു സംഗതിയാണ് കേട്ടോ ഇത്. അതെങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന് നിങ്ങൾ ഇന്ന് ഇറങ്ങുമ്പം എനിക്കിന്നൊരു വളരെ ഗുഡ് ഡേ ആണ്, നല്ല അടിപൊളി ദിവസമാണ് എന്ന് നിങ്ങൾ മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഞാനത് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് പറയാം. ഞാൻ എൻ്റെ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കും, ഈ ഭാഗ്യം എന്ന് പറയുന്ന സാധനത്തിൽ ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സയൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സയൻസ് ഉണ്ട്. എനിക്കൊരു കോഴിക്കോട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജെയ്സൺ ഡേവിഡ് എന്നാണ്. ഒത്തിരി കേരളത്തിലെയും പുറത്തെയുമുള്ള ചലച്ചിത്ര പ്രവർത്തകരും സിനിമാക്കാരും സാധാരണക്കാരും വലിയ വ്യവസായികളായിട്ടുള്ള ആളുകളൊക്കെ പുള്ളിയെ കൺസൾട്ട് ചെയ്യാറുണ്ട്. പുള്ളി ഒരു ന്യൂമറോളജിസ്റ്റാണ്. അപ്പം ഒരിക്കൽ ഞാൻ ഇയാളെ 12 വർഷം 13 വർഷം മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായല്ലോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അപ്പൊ ഞാൻ കൂടുതൽ അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ അടുക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന്റെ ഗൈഡ് ലൈനൊക്കെ ഞാൻ എടുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇതിനെ വിശ്വസിക്കുന്നില്ല, എൻ്റെ മുകളിൽ അത് ഫോർച്യൂൺ മിക്കവാറും വർക്കൗട്ട് ആവില്ല. അപ്പൊ ഞാൻ എന്നിട്ട് വളരെ ആ തന്ത്രം പിടികിട്ടി എനിക്ക്. അപ്പൊ ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് എടുത്തു. ഇപ്പം വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ഈ ഹോമിയോ മെഡിസിൻ പോലെ തന്നെ ജ്യോതിഷം പലപ്പോഴും ആളുകൾ ശുപാർശ ചെയ്യാറുണ്ട്, വലിയ ട്രെയിനർമാരൊക്കെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ജ്യോതിഷികളൊക്കെ കാണുന്നതിന്റെ കാര്യം വെച്ചാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ജ്യോതിഷികളെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ രീതിയിലുള്ള, നമ്മുടെ ഇന്ത്യൻ ജ്യോതിഷികളല്ല. നമ്മൾ ഇന്ത്യൻ ജ്യോതിഷികളൊക്കെ പലരും അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അത് പലപ്പോഴും കാണാറുണ്ട്, അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് അസാമാന്യമായ പ്രതീക്ഷ ഉണ്ടാക്കി. ഈ ന്യൂമറോളജിയായി ബന്ധപ്പെട്ട് അത് വർക്ക് ചെയ്തതിന്റെ സയൻസ് ഇതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ എന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ എന്റെ സെൽഫ് പ്രോഫസീസ് തുടങ്ങി. എന്റെ സ്വയം പ്രവചനങ്ങൾ. ഞാൻ സതീഷ് പലപ്പോഴും, ഷാജി പലപ്പോഴും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ. ഞാൻ നിങ്ങളോട് ഇതേ വാക്ക് തന്നെ പലപ്പോഴും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. ദ ബെസ്റ്റ് ടൈമിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാറില്ലേ. നിങ്ങൾക്ക് അത് കാണാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്ന വെച്ചാൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ തന്നെ പറയുന്നത്, വേറൊരാളല്ല. അയാൾ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാനതങ്ങ് വിശ്വസിച്ച് ഞാനങ്ങ് ഏറ്റെടുക്കുകയാണ്. ഞാനത് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കത് ആ ഗുഡ് ഫോർച്യൂൺ എനിക്ക് വരാൻ സാധ്യതയേയില്ല. അയാൾ ഒരുപക്ഷെ പ്രവചിച്ചത് പല കാര്യങ്ങളും തെറ്റായി പോയിട്ടുണ്ടാവും, തെറ്റാവുകയും ചെയ്യും, ശരിയാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മളെ മനുഷ്യന്റെ മനസ്സ് ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ എനിക്കിന്ന് വളരെ നല്ല സമയമാണ് എന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഈ പോസിറ്റിവിറ്റി വരാൻ തുടങ്ങും. നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ നല്ല സ്വാധീനം ചെലുത്തുന്ന രീതിയിലായിരിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുക. ഒന്ന് നല്ല ഉഷാറിലാണല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖം തോന്നും. അപ്പൊ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കാനും തുടങ്ങും. അതേസമയം നേരെ മറിച്ചിട്ട് എനിക്കിന്ന് ഒരു കഷ്ടകാലമാണ്, ഞാനങ്ങ് പുറത്തിറങ്ങുന്നത് ഒരു രക്ഷയില്ല, എന്ത് തൊട്ടാലും കുഴപ്പമാണ്, എന്ത് തൊട്ടാലും വെച്ചാണ്, അതാണ് ഇതാണ്, വണ്ടി അവിടെ തട്ടി അല്ല ഇവിടെ തട്ടി, പൈസ കൊടുത്താൽ കിട്ടത്തില്ല, മറ്റത് കിട്ടത്തില്ല, അത് പ്രശ്നമാണ്, വഴക്കാണ്, അതാണ് ഇതാണ്. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സെൽഫ് പ്രോഫസീസ്, ഈ പ്രവചനങ്ങൾ, ഈ സെൽഫ് റൈസിങ്, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ സാധനം. കാരണം നിങ്ങൾ എന്തിനാ ഫിൽട്ടർ ചെയ്ത്, നിങ്ങൾ എന്താ അട്രാക്ട് ചെയ്യുന്നത്, നിങ്ങൾ RS-ലൂടെ എന്താ ടെലികാസ്റ്റ് ചെയ്യുന്നത്? ഈ തോട്ടാണ്. ആ തോട്ടിനനുസരിച്ചുള്ള മുഴുവൻ സാധനങ്ങളും സർവ്വ കുണ്ടാമണ്ടികളും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും. അപ്പൊ നിങ്ങൾ പരിതപിക്കും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് പറയും. അപ്പൊ അതിന് മിക്കവാറും മറുപടിയായിട്ട് ആളുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നല്ല ദൈവഭയത്തോടു കൂടി, നല്ല പ്രാർത്ഥനയോട് കൂടി, മെഡിറ്റേഷനോട് കൂടി ഒക്കെ പോകാൻ പറയും. അപ്പൊ എന്താ വെച്ചാൽ ഈ പ്രോസസ്സ് അവിടെ നടക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ്. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ഇതിനെ കൗണ്ടർ ചെയ്യുന്നൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ചേട്ടൻ്റെ റോംജിയുടെ തന്നെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ
നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡോപ്പമിൻ പ്രൊവൈഡ് ചെയ്യും, പിന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ അപ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഞാനൊരു കാർ മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇത് മേടിക്കാതിരിക്കുകയും ചെയ്യുമോ? അപ്പോൾ ഇത് വർക്ക് ചെയ്യുമോ? ഞാൻ കാറിന്റെ മാത്രം കാര്യമല്ല, ഞാൻ പൊതുവേ ഉള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും ഇപ്പൊ നമ്മൾ സംസാരിച്ച സെൽഫ് റൈസിംഗും വ്യത്യാസമുണ്ട്. ഇത് നമ്മളെ ആത്മസംഭാഷണം, നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ആത്മസംഭാഷണമാണ്. അപ്പൊ ഞാൻ ഈ കാര്യം പറയുമ്പോൾ എനിക്ക് നല്ല കാലമാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ചീത്ത കാലമാണെന്ന് നിങ്ങൾ മറുപടി പറയാറില്ല. അതേസമയം ഞാനൊരു കാറ് വാങ്ങിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ മറുപടി പറയും, ഏത് കാറാണ് വാങ്ങിക്കാൻ പോകുന്നത്? ആ കാറ് വാങ്ങിക്കണ്ട കേട്ടോ. നിങ്ങളെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങളെ ഒരുപക്ഷെ അപ്പം തന്നെ അത് വെട്ടിക്കളയും. മനസ്സിലായില്ലേ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ റോബിൻ ശർമ്മ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ അതിനെ എതിർക്കുന്ന ആൾക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം അദ്ദേഹം പറയും. അത് നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വലിയ കള്ളമാണെന്നാണ് പുള്ളി പറയുന്നത്. അത് ആളുകൾ അങ്ങനെയാണ്. നമ്മൾ പിന്നെ ആളുകൾ എങ്ങനെയെങ്കിലും അത് പിന്തിരിപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പം പിന്നെ ആളുകളോട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു സംഗതിയുണ്ട്. ഒന്ന്, ആളുകൾക്ക് അസൂയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ അസൂയയുടെ ഒരു എലമെന്റ് പൊതുവായിട്ട് മനുഷ്യന്റെ മനസ്സിൽ, നമ്മൾ കേരളത്തിലെ ഒരു അന്തരീക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കൂടുതലാണ്. ടോൾ പോപ്പി സിൻഡ്രോം, അതുപോലെ തന്നെ ക്രാബ് മെന്റാലിറ്റി, ഞണ്ടുകളുടെ നാടാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ പിടിച്ച് പുറകിൽ നിന്ന് വലിച്ച് താഴെ ഇടാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത. അത് കുറേ നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടായെടുത്ത ഒരു സാധനമാണത്. അപ്പൊ അങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇപ്പോ റോബർട്ട് ഗ്രീന്റെ 48 ലോസ് ഓഫ് പവറിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകണമെന്ന് പറയണം. നിങ്ങളൊരു പ്രോജക്റ്റ് നിങ്ങൾ വേറെ ആളോട് ഡിസ്കസ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിലുള്ളത് പറയരുത്, മിസ്ലീഡ് ചെയ്യണം അവരെ. ഫേക്കായിട്ട് അവര് എന്റെ അമ്മോ, ഇത് ഉള്ളിൻ്റെ ഉള്ളിലേ ഇവനിങ്ങനെ നമുക്കൊക്കെ ഉണ്ട് ചെറിയൊരു അസൂയ. റോംജി സിനിമാക്കാരുടെ ഇടയിൽ ഇപ്പൊ കഥ പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ കഥകൾ ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം ഈ കഥ വേറെ ആൾ മോഷിച്ചുള്ള സാഹചര്യം പറയില്ലല്ലോ. നമ്മള് ഞാനൊക്കെ കണ്ണി കണ്ട ആളോട് മുഴുവൻ കഥ പറയുന്ന ആളായിരുന്നു. അപ്പൊ 2-3 തവണയൊക്കെ പണിയൊക്കെ കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയില്ല. ഇപ്പൊ ഞാൻ വളരെ സൂക്ഷിച്ചു അറിയുന്ന ആളുകളോട് മാത്രമേ പറയുള്ളൂ. കാരണം വെച്ചാൽ പാരലൽ തോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ആശയമായിട്ടോ മറ്റൊരാളുടെ ആശയമായിട്ട് ഇത് മാറുന്നേ. ഒരുപാട് പറയാനുള്ള കഥ വേറൊരു രീതിയിലും അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് വേറെ ഉണ്ടാക്കി വെക്കും. അല്ല, പ്രോജക്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ തെറ്റായ രീതിയിൽ അതിനെ മിസ്ലീഡ് ചെയ്യുക. അത് നമ്മളിങ്ങനെ ഇപ്പം മോഹൻലാലിന്റെ അടുത്താണ് നമ്മളൊരു കഥ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നമ്മൾ ഇന്ദ്രൻസുമായിട്ടൊരു പടം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ മോഹൻലാലിന്റെ കഥ ഇല്ലല്ലേ, മോഹൻലാലല്ലോ ഇന്ദ്രൻസാ എന്നൊക്കെ പറയുമ്പോ ഇന്ദ്രൻസ് ആണല്ലേ. അപ്പൊ ഇന്ദ്രൻസ് മോശമായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. മോഹൻലാലിന്റെ പടം എന്ന് പറയുമ്പോൾ വലിയ വലിയ പടമാണല്ലോ, വലിയ നടൻ എന്നുള്ള നിലയ്ക്കാണ്. ഇന്ദ്രൻസ് വലിയ നടൻ തന്നെയാണ്. ഈ ടാക്ടിക്സ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇതെപ്പോഴും നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കിക്കേ, ആ പവർ എപ്പോഴും തന്നെ നിൽക്കും. അപ്പൊ 48 ലോസ് ഓഫ് പവറിൽ റോബർട്ട് ഗ്രീന്റെ വളരെ വിശ്വപ്രസിദ്ധമായ പുസ്തകങ്ങളാണ്. ഈ എനിക്ക് തോന്നുന്നൊരു 10-25 വർഷത്തിനിടയിൽ ഇറങ്ങിയ ഏറ്റവും മനോഹരമായ പുസ്തകമാണ്. ഈ നമ്മളുടെ വ്യൂവേഴ്സ് ഒക്കെ റോബിൻജിയുടെ പുസ്തകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാന് തീർച്ചയായിട്ടും ഇപ്പൊ ഡോക്ടർ മുനീർ എൻ്റെ അടുത്ത്, MK മുനീർ, അദ്ദേഹത്തിന്റെ വലിയ പബ്ലിക്കേഷന് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി കുറെ നാളാണ് എന്നോട് പറയുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് നിരവധി പേരെ കൊണ്ട് പുസ്തകം എഴുതിച്ചു. ഒരുപാട് പേരെ കൊണ്ട്. എൻ്റെ പണി തന്നെ പുസ്തകം എഴുതിക്കാന്നുള്ള. കേരളത്തിലെ ഒരു വലിയ വ്യവസായി ആളെ കൊണ്ട് 4 പുസ്തകങ്ങൾ എഴുതിച്ചു. അതിങ്ങനെ പലരെ കൊണ്ടും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ നടന്നാൽ പോരാ, നമുക്കൊരു പുസ്തകം എഴുതണ്ടെന്ന് ചോദിക്കും. ഇപ്പൊ ഒരു വൻ വ്യവസായിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പുസ്തകത്തിന് ഞാൻ തന്നെ പേര് വിട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് എഴുതണം. അത് റോബിൻ, അത് നമുക്കൊരു ഇരിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ മുനീർക്ക് എപ്പോഴും ചോദിക്കും, നിങ്ങളുടെ പുസ്തകം എപ്പോഴാണ്? അപ്പൊ എൻ്റെ 2 പുസ്തകങ്ങളുടെ മാനുസ്ക്രിപ്റ്റ് ഞാൻ എഴുതി കഴിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് വലിയ താമസമില്ലാതെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി പഠിപ്പിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 2 പുസ്തകങ്ങളും. നിരവധി എഴുത്തുകാരൻ നിലയ്ക്ക് നിരവധി പുസ്തകങ്ങൾ വരാനുണ്ട്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാല് ഇങ്ങനെ എനിക്ക് കഷ്ടകാലമാണ് എന്ന് പറയുകയും അറിയാതെ തന്നെ അബദ്ധങ്ങൾ വരുത്തുകയും ഭാഗ്യത്തെ നമ്മൾ ഇതുകൊണ്ട് തന്നെ നമ്മളെ അടുത്തേക്ക് വരുന്ന ഈ ഗുഡ് ഫോർച്യൂൺ എന്ന് നമ്മൾ വിളിക്കുന്ന ആ നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ അകറ്റി നിർത്തുകയും ചെയ്യും. നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഈ വെഹിക്കിൾ, ഈ വാഹനം, ഈ ആഗ്രഹം, അപ്പം എനിക്കിന്ന് നല്ല ദിവസമാണ്, എനിക്ക് നല്ല കാലമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നടന്നു നോക്കി. ഷാജിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണെന്ന് ഷാജി വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല അടിപൊളി കാലമാണ് എന്ന്
ഷാജി സ്വയം വിചാരിക്കാൻ തുടങ്ങി. ഷാജി ഒരു 21 days അതേ കാര്യം തന്നെ ആവർത്തിച്ച് അത്തരം വീഡിയോസ് കാണുക, അത്തരം ട്യൂട്ടോറിയൽസ് കാണുക, അത്തരം ആളുകളുമായിട്ട് സംസർഗം ഉണ്ടാവുക നടക്കുമ്പോൾ ഷാജിയിൽ ഒരു മൈൻഡ് സെറ്റ് രൂപീകരിക്കും. ഷാജിന്ന് RISന്ന് സെറ്റായി അവിടുന്ന് ട്രാൻസ്മിഷൻ തുടങ്ങും, അട്രാക്ഷൻ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും. അത്ഭുതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രോസസ്സ് മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ പറയും ഭയങ്കര, നിങ്ങളെ കാണുന്നവർ പറയും ഭയങ്കര വലിയ ഭാഗ്യശാലി എന്ന് പറയും. യഥാർത്ഥത്തിൽ പ്രോസസ്സ് നിങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ പ്രോസസ്സിന് എന്തെങ്കിലും കുറുക്കുവഴിയുണ്ടോ? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഭാഗ്യസൂക്തം അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയ അതൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പൊ ആദ്യമേ ന്യൂമറോളജിയുടെ കാര്യം പറഞ്ഞല്ലോ. സോഷ്യൽ മീഡിയ തന്നെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ടല്ലോ, മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അതിനൊക്കെ സയൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ധനലക്ഷ്മി ശരിക്കും ഈ മനസ്സിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. അതെ, ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നത് മന്ത്രങ്ങളൊക്കെ വളരെ എഫക്റ്റീവാ. പിന്നെ അതിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളാണ് അപലപിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടായത് ഇത് മുഴുവൻ ഉണ്ടായതൊക്കെ. നമ്മൾ ഈ ന്യൂമറോളജിയുടെ കാര്യം പറയുമ്പോൾ റോംജി, ആ ന്യൂമറോളജി പറഞ്ഞ ആളുടെ പേര് ജെയ്സൺ ഡേവിഡിന്റെ കാര്യം പറയുമ്പോൾ പുള്ളി വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് റോബിൻജിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ പോസിറ്റീവായിട്ട്. പക്ഷെ നമ്മൾ പൊതുവെ ഒരു ജ്യോതിഷിയെ അല്ലെങ്കിൽ ഒരു ഒരാളെ പ്രശ്നം വയ്ക്കുന്ന ആളാണ് പറയുന്നത് തന്നെ. ഈ അങ്ങനെ ഒരാളെ കണ്ട് 100 പേരെ കാണുമ്പോൾ 100 പേരിൽ 98 പേരും നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. നല്ല കാര്യത്തെ കുറിച്ച് ഒന്നും പറയാതെ നേരെ തിരിച്ചാ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അയാളോട് വലിയ അട്രാക്ഷൻ തോന്നിയത്. അല്ലാതെ ചോദിക്കുന്ന അനുസരിച്ചാ അല്ല, അയാൾ പൊതുവെ പറയും, അയാൾ കഷ്ടകാരാണെന്ന് നമുക്ക് പറയുന്നത് പോലും വളരെ സോഫ്റ്റ് ആയിട്ട് പറയാം. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പല ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടായി, അതിന് പരിഹാരം ഉണ്ടോ എന്ന് പറയാനാ പോണേ. അപ്പൊ ഒരു പ്രശ്നം ഉണ്ട് അവരുടെ അടുത്ത്, അതുമായിട്ടാ പോണേ. ജ്യോതിഷനെ കാണുമ്പോൾ ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് പരിഹാരമുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു വണ്ടി എടുക്കാൻ പോകും, അതിന്റെ നല്ല നമ്പർ വേണമെന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് കാര്യമാണ്. അപ്പൊ നമ്മൾ ഇവരെ കാണാൻ പോകുന്നത് ഏത് കാര്യത്തിനാണോ അതനുസരിച്ചുള്ള റിപ്ലൈ ആയിട്ടാ എനിക്ക് തോന്നി. അതനുസരിച്ചുള്ള ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റിപ്ലൈ ആണ്. അത് പോസിറ്റീവ് റിപ്ലൈ ആണെങ്കിൽ നമുക്കത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അത് നെഗറ്റീവ് ഇദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവർ മാത്രമല്ല, ഒത്തിരി ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടമാനം വിമർശിക്കപ്പെടേണ്ട, സംശയത്തോട് നോക്കേണ്ട കാര്യമൊന്നും അല്ലെന്നാണ്. പിന്നെ ഈ മന്ത്രം എഴുതി ഈ ഏലസ് ഒക്കെ കൈ കിട്ടുന്നത് ഭാഗ്യം കൊണ്ടുവരുന്നില്ല. ആ ഒരു എനർജി എനർജി ഒന്നുമില്ല, ആത്മവിശ്വാസം അത് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തിനാണ് ഈ വില കൂടിയ ഷൂസ്, വാച്ചുകള്, മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇപ്പൊ എന്റെ കയ്യിലുള്ള വാച്ച് നല്ല വില കൂടിയ ഒരു വാച്ചാണ്. അപ്പൊ എന്തിനാ ഈ വില കൂടിയ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ആത്മവിശ്വാസം കൂട്ടും. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. നമ്മുടെ ആത്മവിശ്വാസത്തിൽ എത്തിക്കുക. കാരണം ഇത് വാങ്ങിക്കാനുള്ള കാശോ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള കാശ് തീർച്ചയായിട്ടും ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇത് ഇടുന്നത്, അല്ലെ? അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഷൂസോ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ സ്പെക്സോ ഒക്കെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, അത്രയും നമുക്ക് വില കൂടിയ ഷർട്ടുകൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അത്രയും കാശുണ്ടെങ്കിലല്ലേ. ഇനി കാശില്ലാത്ത ആൾക്കാരുണ്ട്, ഉള്ളതുപോലെ അഭിനയിച്ചുകൊണ്ട് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ല റോബിൻജി, ഈ ഇതുപോലെ വില കൂടിയ സാധനങ്ങൾ ഗിഫ്റ്റ് തരുമ്പോൾ നമുക്ക് പല ആൾക്കാർക്കും, ഇപ്പം റോബിൻജിക്ക് തന്നെ ഉണ്ടാവും ഇതുപോലുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് തരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതെന്താണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ശരിക്കും? അത് ഗിഫ്റ്റ് തരുന്ന ആൾക്കാർ അവരെന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ മനസ്സിന്റെ ഉദാരത തന്നെയല്ലേ അതിന്റെ പിന്നില്? അവർക്ക് നൽകുന്നതിൽ അവർ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ. ഇപ്പൊ എനിക്ക് വാച്ച് ഒരാൾ ഗിഫ്റ്റ് തന്നാണ്, വില കൂടിയ വാച്ച് ഇതൊരാള് ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ എപ്പോഴും അയാളെ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി നമുക്ക് തന്നതാണ്. അല്ല, നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി തന്നതായിരിക്കാം ഒരുപക്ഷെ. അങ്ങനെയും കണക്കൂട്ടാം. പക്ഷെ നമ്മുടെ വിലയാണ്. നീ ഇത് ധരിക്കാൻ യോഗ്യനാണ്. ഇത്രയും വിലയുള്ള ഒരു സാധനം നീ ധരിക്കാൻ കിട്ടുന്നതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും. നമ്മുടെ ആത്മവിശ്വാസം നമുക്കും തോന്നുന്നു നമ്മൾ യോഗ്യനാണ്, ഇത്രയും വിലയുള്ള ഒരു സാധനം അയാൾ തന്നു. അപ്പൊ നമ്മളും കൊള്ളാവുന്ന ഒരാളാണല്ലോ, നിങ്ങൾ ഇതിന് അർഹതപ്പെട്ട ആളാണ്, അങ്ങനെ തന്നെ കൊടുക്കുക നമ്മള്. അങ്ങനെയുള്ളവർക്ക് അത് കൊടുക്കാവൂ. അങ്ങനെയല്ല കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പൊ അല്ലാത്തവന് കൊടുത്തു കഴിഞ്ഞാൽ അവനത് പിറ്റേ ദിവസം, ഇതുകൊണ്ടാണ് ലോട്ടറി അടിക്കുന്നവന് നിലനിർത്താൻ പറ്റാത്തത്. ലോട്ടറി അടിക്കുന്നവൻ അതിന്റെ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ അവനത് ചെലവാക്കി കളയും. അവന് സാമ്പത്തിക ശാസ്ത്രം അറിയില്ല, പെട്ടെന്ന് തന്നെ കളയും. നമ്മളിപ്പോ ഇതിനകത്ത് ഈ ഭാഗ്യത്തെ തടയുന്ന മറ്റൊരു വലിയ സാധനമാണ് ഭയത്തിന്റെ മതിൽക്കെട്ടുകൾ എന്ന് പറയും. ഫിയർ ഓഫ് വാൾ. ഭയത്തിന്റെ മതിൽക്കെട്ടുകൾ എങ്ങനെയാണ് ഭാഗ്യത്തെ തടയുന്ന ഏറ്റവും വലിയ ഭയം ആണെന്ന് പഠനങ്ങൾ പറയുന്നു. ഭാഗ്യത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തടയുന്ന, ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത് ആക്സിഡന്റലായിട്ട് സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കേട്ടോ ഭാഗ്യം എന്ന് നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ഭാഗ്യമുണ്ടോ എന്ന് പറയും, അങ്ങനെയല്ല പറയുന്നത്. ആ പ്രോസസ്സിന് ശേഷം വരുന്ന റിസൾട്ട്, നമുക്കതിനെ റിസൾട്ട് എന്ന് വിളിക്കാം. അവിടെയാണ് അങ്ങനെ ചേർത്ത് വായിക്കണം. അപ്പം ആ പഠനം പറയുന്നത് അതിന്റെ ഭയമാണ് ഏറ്റവും വലിയ തടസ്സക്കാരന്. എങ്ങനെയാണ്? അതിലേറ്റവും വലിയ ഭയമാണ് വിമർശന ഭയം എന്നത്.
കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്ന 31 തരത്തിലുള്ള ഭയങ്ങൾ, വിമർശന ഭയങ്ങൾക്ക് കാരണമായിട്ട് നമ്മൾ പറയും. ഇപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയിൽ 31 തരത്തിലുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് വിമർശന ഭയം ഉണ്ടാവാൻ കാരണമാവും. അതിലേതെങ്കിലും 1 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20 നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത ചെറിയ കൊച്ചു 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 കാര്യങ്ങളായിരിക്കും. ഇപ്പൊ അഭിപ്രായം പറയുന്നതിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അല്ല അത് പെട്ടെന്ന് അങ്ങ് സറണ്ടർ ആയി കളയും. അല്ല എല്ലാം നിങ്ങൾ പറഞ്ഞ മാതിരി, എന്താ വിമർശനം കേൾക്കാൻ താല്പര്യമില്ല, അതല്ലെങ്കിൽ ഗോസിപ്പ് പറയുക, ഇതൊക്കെ നമ്മളെ വിമർശിക്കപ്പെടുമോ എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ട്. അതിന്റെ റൂട്ട് അതാണ്. അത്തരത്തിലുള്ള 31ഓളം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പരിശോധിച്ച് നോക്കി ഈ വിമർശന ഭയത്തിന് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഭയക്കുന്ന ആളുകൾ പുതിയ കാര്യങ്ങളൊന്നും പരീക്ഷിക്കില്ല. കാരണം എതിർക്കപ്പെടും, വിമർശിക്കപ്പെടും എന്നുള്ള ഭയം കൊണ്ട് തന്നെ ഒരു കാര്യവും അവരുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ അതായിരിക്കും. പുതിയ കാര്യങ്ങളൊന്നും പരീക്ഷിക്കാൻ അവരൊരു കംഫർട്ട് സോണിൽ തന്നെ അവർ കംഫർട്ട് സോണിലാണ് 100%. അപ്പം ആ പരീക്ഷിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും? ഭാഗ്യം ലഭിക്കുകയില്ല, റിസൾട്ട് ഇല്ല. ഈ വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് ഭാഗ്യവും ലഭിക്കുകയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാജി പറഞ്ഞ കാര്യമാണ്, കംഫർട്ട് സോണിലേക്കല്ല, മാറ്റത്തെ ഭയപ്പെടുന്നു. മാറ്റഭയം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? കംഫർട്ട് സോണിന് പുറത്താണ് ഭാഗ്യം ഒളിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനകത്തല്ല. ഈ കംഫർട്ട് സോണിന് പുറത്താണ് ഭാഗ്യം ഇരിക്കുന്നത്. മനസ്സിനെ ധീരമായി മാറ്റാൻ തയ്യാറാക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യം റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നല്ല ധീരത വേണം, പുറത്തിറങ്ങി പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ് വേണം. പോകാന്ന് പറഞ്ഞാൽ നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് നീട്ടിവെക്കല്ലേ. ഇന്ന് വെയിലാണ്, ഇന്ന് മഴയാണ്, ഇന്ന് തണുപ്പാണ്, ഇന്ന് കാലാവസ്ഥ ശകലം മോശമാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുമ്പോൾ തിരക്ക് വഴിയിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് നാളത്തേക്ക് പോകാം. ഇപ്പൊ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്നത് നമുക്ക് പോകാന്നേ, നോക്കാന്നേ. ഭാഗ്യത്തിനെ തടയുന്ന മതിൽക്കെട്ട് പൊളിച്ച് മുന്നോട്ട് പോകണം. ഭാഗ്യത്തിന്റെ മതിൽക്കെട്ടിനെ തകർത്തുകൊണ്ട്, ഫിയർ ഓഫ് ആളിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഇതിനകത്ത് നമ്മളിപ്പോ പറയുന്നത് മൈൻഡ് സെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാ പറയുക. കമ്മ്യൂണിക്കേഷൻ എന്റെ വിഷയത്തിലേക്ക് വന്നാൽ മൈൻഡ് സെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാ പറയുക. മൈൻഡ് സെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ശരീരഭാഷയും ബോഡി ലാംഗ്വേജും വാക്കുകളും അതിന് അനുസരിച്ചുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും അത് റിഫ്ലക്ട് ചെയ്യും ബോഡിയിൽ. ഇത് നമ്മുടെ ടീം അംഗങ്ങൾ അല്ലെങ്കിൽ ക്ലയന്റുകൾ അവരെയൊക്കെ ഇത് സഹായിക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ മൈൻഡ് സെറ്റിനെ കുറിച്ച് ഞാനൊരു ഒരു കാര്യം പറയാം. ഇപ്പൊ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ടൂർ ഡി ഫ്രാൻസ് എന്ന വിശ്വപ്രസിദ്ധമായ സൈക്ലിംഗ് മത്സരമുണ്ട്. പാരീസിൽ നിന്ന് ആരംഭിച്ച് 100 കിലോമീറ്റർ മലമ്പ്രദേശങ്ങളും മലമ്പാതകളൊക്കെ കടന്നു വരുന്ന വലിയ ഒളിമ്പിക്സ് ആണ്, സൈക്ലിങ്ങിന്റെ ഒളിമ്പിക്സ് ആണ്. അപ്പൊ അതിനകത്ത് ഒരിക്കൽ പോലും 50 വർഷത്തിന് ശേഷം ബ്രിട്ടീഷ് ടീം ഇതുവരെയും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് പുതിയൊരു പരിശീലകൻ വന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈൻഡ് സെറ്റ് അങ്ങ് മാറ്റി. ഇവരുടെ മൈൻഡ് സെറ്റ് മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇരിക്കുന്ന സീറ്റിന്റെ പതുവതുപ്പ് മാറ്റി, അതിന്റെ കളറ് മാറ്റി, അതിന്റെ മറ്റ് ചെറിയ കാര്യങ്ങൾ മാറ്റി. ഉദാഹരണത്തിന് അവർ ടയറിന്റെ ഈ ചെളി പുരളുന്നില്ലേ, ചെളി പുരളുമ്പോൾ പെട്ടെന്ന് ചെളി പുരണ്ടാൽ ഈ ചെളി പുരണ്ടെന്ന് മനസ്സിലാകാത്ത നിറത്തിലുള്ള ടയറുകളാക്കി, ചെളിയുടെ അതേ കളറിലുള്ള ടയറുകളാക്കി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വെച്ചാൽ ഇവർക്ക് മൈൻഡ് സെറ്റ് മാറി. അപ്പൊ ആ സീറ്റിലിരിക്കുമ്പോൾ തലയിണയിൽ പില്ലറിൽ തല വെച്ച് ഉറങ്ങുന്ന ഫീലാണ്. അപ്പൊ അതിന്റെ ഒരു കംഫർട്ട് സോണ് അവർക്ക് ആ കംഫർട്ട് സോണിന് പുറത്താണത് ശരിക്കും. പക്ഷെ മൈൻഡ് സെറ്റ് മാറ്റി, സോഫ്റ്റ് ആക്കി എന്നുള്ളതാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം വിജയിച്ചു 50 വർഷത്തിന് ശേഷം. അപ്പൊ ഇതിനെ പറയുന്ന മൈക്രോ മാറ്റങ്ങൾ, കൊച്ചു മാറ്റങ്ങളിലൂടെയാണ്. അറ്റോമിക് ഹാബിറ്റ്സിൽ ഇത് വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് ഈ ഒരു ഉദാഹരണം. അപ്പൊ അറ്റോമിക് ആയിട്ടുള്ള കുഞ്ഞു മാറ്റങ്ങൾ, അത് നമ്മൾ 100% വളർച്ചയല്ല. ഒരു ദിവസത്തെ കുഞ്ഞു മാറ്റം എന്ന് പറയുന്നത് 300% വളർച്ച. ഇതാണ് നമുക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഏതാ? നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ അല്ലെ, നമ്മൾ ചെറിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് 1% മാറ്റം എന്ന് പറയുന്നത് 1% റൂൾ എന്നൊക്കെ പറയും. ആ 1% മാറ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 100% മാറ്റമല്ല നമുക്ക് സംഭവിക്കാം, 300%. അത്ര എഫക്റ്റീവാണത്. കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത് അത്രമേൽ ശക്തമാണ്. ഐൻസ്റ്റീൻ പറയുന്ന കോമ്പൗണ്ട് എഫക്റ്റ് അത് സാമ്പത്തിക ശാസ്ത്രത്തിൽ അസാമാന്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും. അത് ഇതിന് വേറൊരു വലിയ കുഴപ്പം കൂടി ഉണ്ട്. ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ 1% വളർച്ച
വളരെ സാവധാനത്തിൽ വളർന്ന് വലിയ മരമാവുന്ന പോലെ, വിത്തിട്ട് മരമാവുന്ന പോലെ വളർച്ച നടന്നില്ല എന്ന് വിചാരിച്ചോളൂ. കംഫർട്ട് സോണിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഈ വളർച്ച താഴേക്കുമുണ്ട്. അതുകൊണ്ടാണ് ചില പ്രസ്ഥാനങ്ങൾ, ചില മനുഷ്യർ, ചില ഓർഗനൈസേഷൻസ്, ചില സംഗതികളൊക്കെ തകർന്നു പോകുന്നത് ഒരാളും അറിയാത്തത്. പെട്ടെന്നായിരിക്കും, പക്ഷെ അതിന് സമയമെടുത്തിട്ടുണ്ട്. നമ്മളത് കാണുന്നില്ല. വിസിബിൾ ആവുന്നത് ആ വീഴ്ചയിലാണ്. പല വീഴുന്ന പോലെയാ. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പോകുന്ന, ഇപ്പൊ ഒരു അച്ഛൻ നന്നായി കൊണ്ടുപോകുന്ന ഒരു കമ്പനി മകന്റെ കാലത്തേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് നിഷ്ക്രിയമായിരുന്നാൽ പെട്ടെന്നില്ലാതല്ല, ഒരു ദിവസം പെട്ടെന്നാണ് നമ്മൾ കേൾക്കുക. പക്ഷെ ഈ നിഷ്ക്രിയത്വം വളർച്ച മുകളിലേക്ക് മാത്രമല്ല, താഴേക്കും ഉണ്ട്. അല്ല, മിക്കവാറും ബോസ് ബേബീസ് എന്ന് പറയാൻ നമ്മൾ വിളിക്കുന്ന ആ പിള്ളേരുടെ ഒരു ചുമതല ഏറ്റെടുക്കുന്ന അവസരത്തിൽ ഒരു നിഷ്ക്രിയമായി പോകുന്ന ഒരു ബിസിനസിന്റെ അവസ്ഥ ഇപ്പോഴും കാണുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അത് ഈ കാരണം കൊണ്ടാവും അല്ലെ? ഈ കാരണം കൊണ്ട് ഈ വളർച്ച നമ്മൾ നിഷ്ക്രിയമായിരുന്നാൽ വളർച്ച താഴേക്ക് അവരൊരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അതെ, നമ്മൾ പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനെയുള്ള ആളുകൾ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഈ വളർച്ച എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തളർച്ച മാത്രമല്ലല്ലോ, ആരോഗ്യ തളർച്ച ഉണ്ടാവും. ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആരോഗ്യകരം, മാനസികം, സാംസ്കാരികമായി തളർച്ച ഉണ്ടാവും. വളർച്ച താഴേക്കാണ്. ആരോഗ്യപരമായി ഉണ്ട്, സ്പിരിച്വാലിറ്റിയിൽ താഴേക്കാണ്, റിലേഷൻഷിപ്പിൽ താഴേക്കാണ്, എല്ലാം താഴേക്ക് സീറോയിൽ വരും. ഈ സീറോയിൽ വരുന്നത് നമ്മൾ അറിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സമാധാനത്തോടെ ജീവിക്കുകയാണ്, കംഫർട്ട് സോണിലാണെന്ന് പറയുന്ന ആളുകൾ വളർച്ച താഴേക്ക് പോകുന്നുണ്ട് എന്നുകൂടി അറിയുക. അവർക്കുള്ള ഭാഗ്യം എന്താണ്? അവർക്ക് മക്കളാണ് നിർഭാഗ്യമായിരിക്കും. അച്ഛനും അമ്മയും നന്നായി വളർത്തുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് എല്ലാ ഭാഗ്യവും ഉണ്ടെന്നാണ് അവൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അവനെ വിശ്വസിപ്പിക്കുന്നത്. ഇവൻ ഇനി എന്താണ് ഒരു ഗോൾ സെറ്റ് ചെയ്തത്? അവന് ആ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, അവന് കിട്ടിയ ആ ഗുഡ് ഫോർച്യൂൺസ് എന്ന് നമ്മൾ പറയുന്ന ആ റിസൾട്ട്, അവന് കിട്ടിയ സമ്പത്ത്, സൗഭാഗ്യങ്ങൾ, അവന് ചുറ്റുമുള്ള എല്ലാ നല്ല കാര്യങ്ങളും നിലനിർത്താനും അതിനെ വളർത്താനുമാണ് അവൻ ശ്രമിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവൻ താഴേക്ക് പോകും. ഈ സിനിമയിലും രാഷ്ട്രീയത്തിലും മക്കൾ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. അവർ ആ കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത് എപ്പോഴും. കാര്യം എന്താ വെച്ചാൽ, ഇതിനകത്തൊരു ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. ഈ കഷ്ടപ്പാടെന്ന് നമ്മൾ പറയുന്നത് ഹാർഡ് വർക്ക് എന്ന് മാത്രമല്ല, സ്മാർട്ട് വർക്ക് എന്ന് കുട്ടിക്കോളും. ഈ കാലത്ത് അത് സ്മാർട്ട് വർക്കാണ്. ആ വർക്ക് ചെയ്യാൻ തയ്യാറല്ലാത്ത, ആക്ഷൻ ഇല്ലെങ്കിൽ സംഗതി, ആക്ഷൻ എന്ന് പറയും, പ്രത്യേക ആക്ഷൻ നമ്മൾ പറയില്ലോ. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കിൽ പറഞ്ഞാൽ, അപ്പൊ ആ ആക്ഷൻ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, ഹാർവസ്റ്റ് നടക്കില്ല. അപ്പൊ വളർച്ച താഴേക്കായിരിക്കും പോകുന്നത്. അപ്പം ഇത് നല്ലൊരു വിഷൻ നമുക്ക് ഉണ്ടാവണം എന്നാണ്. മനസ്സിലൊരു വ്യക്തമായ ചിത്രം ഉള്ളവർക്ക് മാത്രമേ അത് പ്രായോഗികമായി നേടിയെടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്കൊരു വ്യക്തമായ ചിത്രം ഉണ്ടാവണം. ഇപ്പം സതീഷിനൊരു വ്യക്തമായ ചിത്രമുണ്ട്, ഒരു കാർ, അല്ലെങ്കിൽ സതീഷിന് വ്യക്തമായ മറ്റൊരു ചിത്രമുണ്ട്, എനിക്ക് വ്യക്തമായ ഒരു ചിത്രമുണ്ട്. വലിയ നേതാക്കളുടെയൊക്കെ ഈ വിഷനാണ് അവരെ വലിയ ലീഡേഴ്സ് ആക്കുന്നത്. ചില നേതാക്കൾ നമ്മൾ വലിയ നേതാക്കളായി മാറ്റുന്നില്ലേ, അവർക്ക് ഈ വിഷനുണ്ട്. നമ്മുടെ നാട്ടിൽ വിഷൻ ഇല്ലാത്ത നേതാക്കളുമുണ്ട്, വിഷൻ ഉള്ള നേതാക്കളുമുണ്ട്. ലോകസഞ്ചാരമൊക്കെ നടത്തി ലോകത്തെന്ത് നടക്കുന്നു എന്നൊക്കെ കണ്ട് അത് കാണാത്തവർ കേട്ട് മനസ്സിലാക്കിയ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത്, എന്തിനാണ് ഈ നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ ഈ വിദേശത്ത് പോകുന്നത്, സർവകലാശാലകളും മറ്റു സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതെന്ന് വെച്ചാൽ ഈ വിഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ പറയും അവർ പോയി ദൂരത്തൊക്കെ അടിച്ച് കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരുന്നു. നല്ല നേതാക്കൾ എന്താ ചെയ്യാന്നറിയോ? അത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യും. അതേപോലെ ഈ വിഷൻ അവർക്ക് അവിടെ നിന്ന് ലഭിക്കുകയാണ്. അതില്ലാത്ത ആളുകൾ അവിടെ പോയിട്ട് ഇതേപടി തിരിച്ചു വരും. അവർക്കിത് കാണാൻ കഴിയില്ല. അവര് RIS സെറ്റ് ആയിട്ടില്ല. അവരുടെ ഉള്ളിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്ത് കാണണം എന്ത് കാണരുതെന്ന് അവർ തീരുമാനിക്കും. അവർക്കറിയാം, അത് സെലക്ട് ചെയ്യാൻ അറിയാം. നിങ്ങൾ ഏത് നേതാക്കളെ നോക്കിക്കോളൂ. RIS സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. RIS സെറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇറങ്ങും. പിന്നെ നിങ്ങൾ അത് കാണും കൃത്യം. നിങ്ങളത് അട്രാക്ട് ചെയ്യും. നിങ്ങൾ അതിലേക്ക് പോകും. നിങ്ങളെ ഫോർച്യൂൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ ഭാഗ്യം വളർത്താനുള്ള ചില പ്രായോഗിക നടപടികളിലേക്ക് നമുക്ക് നോക്കാം. അതിന് ലെഗ് ഹാക്സ് എന്ന് പറയാം. നമ്മൾ ഹാക്ക് ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ ലെക്കിനെ നമ്മൾ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനം അഫർമേഷൻസ് ആണ്. ആ പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ സ്വയം ആവർത്തിക്കുന്ന ഒരു പ്രക്രിയ, അഫർമേഷൻസ്. മാക്സിമം നമുക്ക് വേണ്ട ഈ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇന്ന് എനിക്ക് നല്ല ദിവസമാണ്, എനിക്ക് നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ 48 ലോസില് റോബർട്ട് ഗ്രീൻ പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമം എന്താണെന്നറിയോ? മിക്കവാറും ആളുകളൊക്കെ എന്തെങ്കിലും ഒരു സാമ്പത്തിക വിഷമങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടബാധ്യതകളോ, അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് എപ്പോഴെങ്കിലും നമുക്കൊരു സൂചന കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു ബാങ്ക് ജപ്തി നടപടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, നമുക്കൊരു ലോൺ ഉണ്ടെന്ന് വിചാരിക്കും. അതിന്റെ പ്രോസസ്സ് നടക്കുകയാണ്, നമ്മൾ അതിനെതിരായ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ഒരു ദിവസം തീരുമാനമാവില്ലേ?
അദാലത്ത് വെക്കുമ്പോഴോ എന്തെങ്കിലും തീരുമാനമാവല്ലേ? നമ്മളെന്താ സാധാരണ ചെയ്യുക? റോബർട്ട് ഗ്രീൻ പറയുന്നത് ആ അദാലത്തിന്റെ അല്ലെങ്കിൽ കേസിന്റെ വിധി വരുന്ന ദിവസമാണ് നമ്മൾ പെട്ടെന്ന് ആക്റ്റീവ് ആവുക. അതുവരെ വരട്ടെ സൂക്ഷിക്കണം കേട്ടോ. ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്, ഒരു ചെറിയ ബ്ലോക്ക് പോലെ ഒരു സിംറ്റം കാണുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് വരട്ടെ. അതിപ്പോ തൽക്കാലം എനിക്കത് വരാൻ സാധ്യതയില്ലല്ലോ. ഇങ്ങനെ നമ്മളിത് നീട്ടിവെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരു ചുഴലിക്കാറ്റ് പോലെ ഇത് കടന്നു വരും, കട്ട മുഴുക്കിയിട്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പോഴേ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുക, ഇപ്പോഴേ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ബ്ലൂ പ്രിന്റ് ഇപ്പോഴേ തയ്യാറാക്കുക. നിങ്ങളുടെ കടബാധ്യതകൾ, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, നിങ്ങളുടെ സാമൂഹ്യ ബാധ്യതകൾ, നിങ്ങൾ സ്വത്ത് വിഹിതം വെക്കാനുണ്ടെങ്കിൽ ആ വിഹിതം വെക്കുന്ന കിടക്കട്ടെ, അത് വരട്ടെന്നേ. അത് അച്ഛനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അതിന് തീരുമാനം ഉണ്ടാക്കേണ്ടത്. അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ മക്കൾ തമ്മിൽ അടിയായി, കണ്ടില്ലേ? അപ്പം ഇത് പരിഹരിക്കേണ്ട കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ ഇപ്പോഴേ തന്നെ അതിനുള്ള പദ്ധതികൾ തുടങ്ങണം. അപ്പൊ അങ്ങനെയുള്ള ഈ പോസിറ്റീവായിട്ടുള്ള ഇത്തരത്തിലുള്ള അഫർമേഷൻസ്, അതൊക്കെ അഫർമേഷൻസാണ്. അത് നടത്തിക്കൊണ്ട് വിഷ്വലൈസേഷനിലേക്ക് നമ്മൾ കടക്കണം. വിജയിച്ചു നിൽക്കുന്ന നിങ്ങളെ തന്നെ സദാ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടിരിക്കണം. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഈ 24 മണിക്കൂറും കിടന്നുറങ്ങും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ എണീക്കുള്ളൂ. പക്ഷെ ഈ കിടക്കുമ്പോൾ എൻ്റെ മെയിൻ പരിപാടി അഫർമേഷൻസും വിഷ്വലൈസേഷനാണ്. ഞാൻ സിനിമയിൽ ഇങ്ങനെ വരുന്നത്, സിനിമാക്കാരെ കാണുന്നത്, സിനിമയിൽ എന്നെ സ്വീകരിക്കുന്നത്, സിനിമയിൽ എഴുത്ത്, അങ്ങനെ ഞാൻ ആരെയാണോ കണ്ടത്, ഞാൻ ഫാസിലിന്റെ അടുത്ത് എത്തുന്നതാണ് മനസ്സിൽ കണ്ടിരുന്നത് വർഷങ്ങളോളം. എന്റെ നാട്ടിൽ സ്വർഗത്തിലെ അപ്പച്ചൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വന്നു. അദ്ദേഹം ഫാസിലിൽ വെച്ച് സിനിമ ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിദ്ദിഖ് ലാലിന്റെ കൂടെ പോകുമ്പോൾ ആദ്യം പോയി കാണുന്നത് ഫാസിൽ സാറിനെയാണ്. ഫസ്റ്റ് കാണുന്ന സിനിമാക്കാരൻ ആദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നാണ് ഞാൻ രാംജിറാ സ്പീക്കിന്റെ കോപ്പി എടുക്കുന്നത്. എന്റെ തിരക്കഥ ഒരുപക്ഷെ 2ാമതോ 3ാമതോ വായിക്കുന്ന ഒരാളായിരിക്കും, പുറത്ത് വായിക്കുന്ന ഒരാളായിരിക്കും ഞാൻ. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും ശക്തമാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ആ വിഷ്വലൈസേഷനും അഫർമേഷനും. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഉള്ളതിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഈ ഉള്ളതിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്ന് വെച്ചാൽ അത് നല്ല കാര്യങ്ങളെ കൂടുതൽ നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിന്റെ സയൻസ്. ഇപ്പൊ മിഷിഗൺ എന്ന് പറഞ്ഞ അമേരിക്കൻ സ്റ്റേറ്റില് ഒരു ടീച്ചർ ഒരു വീക്കെൻഡില് ക്ലാസ് കഴിയുമ്പോൾ തൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, നാളെ ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ മുന്നിൽ വരുന്ന ആരോടെങ്കിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയി ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം. എന്നിട്ട് അത് മാത്രമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ അറിയിച്ച ശേഷം ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ഒരാളോട് പറയുകയും ചെയ്യാം. അപ്പൊ ഇതൊരു തുടർച്ചയായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകും, ചെയിൻ ഓഫ് ആക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ പയ്യൻ ഇത് കേട്ട വഴി, ഒരു പയ്യൻ അവൻ ഒരു താൽക്കാലികമായി ഇടയ്ക്ക് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ഒരു ഓഫീസിൽ. അവൻ അവിടേക്ക് നേരെ വിട്ടു. അവിടെ ചെന്നിട്ട് അവിടെ അസിസ്റ്റന്റ് മാനേജറെ കണ്ടിട്ട്, അസിസ്റ്റന്റ് മാനേജറെ കണ്ടിട്ട് പറഞ്ഞു, സാർ ഞാൻ വന്നത് ഞങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. അപ്പൊ ആരോടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചേ പറ്റുള്ളൂ. എന്റെ ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പൊ അത് പ്രകാരം ഞാൻ വന്നതാണ്. എനിക്ക് ഈ ജോലി തരുന്നത് എന്നെ ജീവിക്കാൻ, എൻ്റെ അമ്മയ്ക്കും എനിക്കും ജീവിക്കാൻ, ഭക്ഷണം വാങ്ങാനൊക്കെ സഹായിക്കുന്നു, പഠിക്കാൻ സഹായിക്കുന്നു ഒക്കെ നിങ്ങൾ ഈ തരുന്ന ശമ്പളം കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും ഞാൻ അറിയിക്കുകയാണ്. സന്തോഷം മോനെ. അയാൾക്ക് എന്തോ ഒരു സന്തോഷമായി. പുള്ളി എന്തോ മാനസികാവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. പുള്ളിക്കൊരു വലിയ സന്തോഷം തോന്നി. പുള്ളി പറഞ്ഞു, അപ്പൊ സാർ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങളിത് വേറെ ഒരാൾക്കും കൂടി ഈ ഗ്രാറ്റിറ്റ്യൂഡ് നൽകണം. ശരി, സന്തോഷം. അവൻ പോയതിന് തൊട്ട് പുറകെ ഇയാളിങ്ങനെ ആലോചിച്ചു, എന്റെ ബോസ് അകത്തിരിപ്പുണ്ട്, ഭയങ്കര ചൂടനാണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചു കീറാൻ വരുന്നവരെയാണ് സംസാരിക്കുക. അപ്പം പക്ഷെ അദ്ദേഹം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉള്ളിൽ നല്ല മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹം ശമ്പളം തരുന്നതുകൊണ്ടാണല്ലോ. ഇവിടെ തന്നെയാണ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം. എന്തായാലും അവനത് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയ പോലെ, എനിക്ക് ഇതൊരു തുടർച്ചയല്ലേ, ഞാൻ അയാളോട് പോയി പറയാം, സാർ സാർ വാടോ, അകത്തേക്ക് കയറി. അപ്പൊ കയറി എന്താ എഴുതിക്കൊണ്ടിരിക്കുക, വേറെ എന്തോ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, നോക്കുന്നേ ഇല്ല, ഐ കോണ്ടാക്ട് തരുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു ഇങ്ങനെ, സാർ ഞാനിങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഡേയോ? എന്നിട്ട് അല്ല ആരോടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കേണ്ട ഒരു ദിവസമാണ്. നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ വന്നു ഇങ്ങനെയൊക്കെ ചെയ്തു, അവൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ മറ്റൊരാളോട് അത് പറയണമെന്ന്. അപ്പൊ അത് പറയാൻ വേണ്ടി സാറിന്റെ അടുത്ത് വരികയാണ്. അപ്പൊ പെട്ടെന്ന് തലയുയർത്തിയിട്ട്, എന്താ താൻ പറഞ്ഞത്, ഒന്നുകൂടെ പറയൂ, ഗ്രാറ്റിറ്റ്യൂഡ് ഡേ അല്ലേ? അപ്പൊ ഡാവിഞ്ചി പറയും, ലിയനാർഡോ ഡാവിഞ്ചി പറയും, നമ്മൾ കാണാതെ കാണുന്നു, കേൾക്കാതെ കേൾക്കുന്നു, ചിന്തിക്കാതെ പറയുന്നു. മനസ്സിലായില്ലേ? അതുവരെ അയാൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ കേട്ടില്ല, അയാൾ കേൾക്കാതെ കേൾക്കുകയായിരുന്നു. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ അല്ലേ? പറ,
എന്നിട്ട് വീണ്ടും ആവർത്തിച്ചു. അത് കൊള്ളാലോ. അപ്പം സാറിനോട് സാറ് നമ്മളോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കാറുണ്ടെങ്കിൽ ഉള്ളിൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. അയാള് കൈ കെട്ടി നിന്ന കൈ അടഞ്ഞ ശരീരഭാഷ പെട്ടെന്നൊന്ന് തുറന്നു. ആ പേന അയാൾ താഴേക്ക് വെച്ചു. എന്നിട്ട് അപ്പൊ ഇങ്ങനെയാണ് സാർ. അപ്പൊ അതുകൊണ്ട് വലിയ സന്തോഷവും നന്ദിയൊക്കെ ഞാൻ അറിയിക്കുകയാണ്. ആരോടെങ്കിലും സാറിനും ഇതുപോലെ അറിയിക്കാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആയതുകൊണ്ട്. അപ്പൊ ശരി. അയാൾ പോയപ്പോ ഈ ബോസ് കുറെ നേരം അയാൾ അടഞ്ഞ വാതിലേക്ക് നോക്കി കുറെ നോക്കിയിരുന്നു. അന്ന് പുള്ളി വളരെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മോനെ വിളിച്ചു. മോനെ, നീ എത്തിയിട്ടുണ്ടോ സ്കൂളിൽ നിന്ന്? പഠിക്കുകയാണ് പപ്പ, ഞാൻ മുറിയിലുണ്ട്, വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അയാൾ ആലോചിച്ചു. അയാൾ നേരെ വീട്ടിൽ ചെന്നിട്ട് മകന്റെ വാതിൽ പൂട്ടിയിരിക്കുക. അകത്ത് തട്ടിയപ്പോൾ അവൻ തുറന്നപ്പോ പറഞ്ഞു, മോനെ, ഞാൻ നിന്നോടും നിന്റെ അമ്മയോടും വളരെ മോശമായി സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും ചീത്തയായിട്ട് നിന്റെ അമ്മയെ ഞാൻ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോഴൊക്കെ നീ വളരെ വിഷമിച്ചിരിക്കുന്നതും കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. കാര്യം US-ലായതുകൊണ്ട് കുട്ടികൾ അങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ. അവർ പോലീസിലേക്ക് വിളിക്കും. പക്ഷെ അവൻ ഭയന്ന് പറച്ചാൽ കഴിയുന്നുള്ളത് ഇയാൾക്കറിയാം. ഞാനത് മനസ്സിലാക്കിയിരുന്നു. നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒപ്പം നിന്നെ പോലൊരു മകനെ എനിക്ക് കിട്ടിയത് ഞാൻ ഈശ്വരനോട് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ്, എന്റെ ഭാര്യയോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിനക്ക് എന്നോട് ഒരിക്കലും ഒരു വിരോധവും തോന്നരുത്. അപ്പം ഇവൻ പെട്ടെന്ന് അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാനും ഡാഡിയെ കാത്തിരിക്കുകയായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അതെന്താ? എൻ്റെ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ആരോടെങ്കിലും ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഡേക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഒരാളോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം. ഞാൻ ഡാഡി വന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ച ശേഷം ഇന്ന് രാത്രി ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു, ബ്ലേഡ് കൊണ്ട് എൻ്റെ ഞരമ്പ് കട്ട് ചെയ്തിട്ട്. പക്ഷെ ഒരിക്കലും ഞാൻ ഇനി മരിക്കില്ല അച്ഛാ എന്ന് പറഞ്ഞ് ആ അച്ഛനും മകനും പരസ്പരം കെട്ടിപ്പുണർന്നു എന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കഥ. മനസ്സിലായില്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് കറങ്ങി സഞ്ചരിച്ച വഴി കണ്ടോ? എവിടുന്ന് പുറത്തു ഒരു ടീച്ചർ പറഞ്ഞ ആ ഗ്രാറ്റിറ്റ്യൂഡ് അതിനെ ഇങ്ങനെ കറങ്ങി വന്നു. അത് ഒരാളിൽ വന്നിട്ട് അടുത്ത ആൾ വന്ന് ആ ബോസിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇപ്പുറത്തോടെയും ഗ്രാറ്റിറ്റ്യൂഡ് വന്നിട്ട് 2 ജീവിതങ്ങളെ ചേർത്ത് വെച്ചു. 3 ജീവിതങ്ങളെ കട്ട് ചെയ്യേണ്ട ജീവിതങ്ങൾ ചേർത്ത് വെച്ചു. അപ്പൊ നമുക്ക് ഈ ഇന്നത്തെ ഈ വിഷയം മാനസികമായിട്ടുള്ള ഭാഗ്യം മനസ്സിന്റെ കൂടി സൃഷ്ടിയാണെന്ന് പറയുന്ന ഈ വിഷയത്തിന്റെ ആകത്തുക പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആകത്തുക എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലോകം നിങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ്. നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഭാഗ്യവാൻ എന്നത് ഒരു പദവിയല്ല, മറിച്ച് അതൊരു മനസ്ഥിതിയാണ്. മനസ്സിനെ മാറ്റുക നിർഭാഗ്യം, ഭാഗ്യത്തിന് താനേ വഴി മാറി വരും. മനസ്ഥിതി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുഡ് ഫോർച്യൂൺസ് ഉണ്ടാവും. നിങ്ങളുടെ രോഗാവസ്ഥ മാറും, അത് കുറയും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ മാറും, നിങ്ങൾ വ്യക്തിബന്ധങ്ങൾ മാറും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാറും, മുഴുവൻ മാറും. നിങ്ങളുടെ മാനസികാവസ്ഥ മാത്രം മാറ്റുക, മനസ്സിനെ മാറ്റുക, വേറെ ഒന്നും ചെയ്യാനില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗ്യം ഇരിക്കുന്നത് നിങ്ങളുടെ തലയുടെ പിന്നിലാണ്. നിങ്ങളുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RIS മുഴുവൻ ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നതാണ്. ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക, ആക്ടിവേഷൻ അത് നടത്തുക, അഫർമേഷൻ, ആക്ഷനിലേക്ക് ഇറങ്ങുക, കൊയ്ത്തുകാലം നടത്തുക, ഭാഗ്യം കൊയ്തെടുക്കുക. ഇത് വരുന്ന രീതികൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ കോവിഡ് കാലത്ത് IT-കാർക്കെല്ലാം സംഭവിച്ചൊരു എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കഥയുണ്ട്. പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടീനെ നമ്മൾ കണ്ടിട്ടില്ല. അയാള് ഇൻഫോ പാർക്കിൽ ജോലിക്ക് കയറി 2-3 പേരെ കൂട്ടിയിട്ട് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്ത് സംഭവം എല്ലാം ചെയ്ത് ഒരു ഗ്രീക്ക് ബേസ്ഡ് കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് ഈ കോവിഡ് വന്നു, വർക്ക് ഫ്രം ഹോം ആയി. ഇയാൾ എന്ത് ചെയ്തു, ഈ ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പെട്ടെന്ന് വിഡ്രോ ചെയ്തു. കാരണം അവരുടെ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡോളറിലാണ്. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന അല്ലെങ്കിൽ എക്സ്പെൻസ് അവർക്കൊരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം ഡോളറിൽ ഒരു 8-10 സ്റ്റാഫുകളെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ റിട്ടേൺ വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ചെറിയ റിട്ടേൺസ് ആണ്. ഇന്ത്യൻ കമ്പനിയെ സംബന്ധിച്ചാൽ ഭയങ്കര ലാഭമാണ്. പക്ഷെ അയാൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന, അയാൾക്ക് 10 ഗ്രീക്ക് ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് 10 രാജ്യങ്ങളിൽ കമ്പനി ഉള്ളതുകൊണ്ട് ഇതിന്റെ പ്രോഫിറ്റ് ഏറ്റവും കുറവാണ് ഇവിടെ. അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞപ്പോൾ അയാളെ കട്ട് ചെയ്തു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകളെ കൂട്ടി, പല കമ്പനിയിൽ ഉണ്ടാകുന്ന ആൾക്കാരെ എല്ലാം കൂട്ടിയിട്ട് ഈ ഒരു കമ്പനി ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് കമ്പനി ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് മുഴുവൻ വേസ്റ്റ് ആയി. അപ്പം ഇവരോട് സംസാരിച്ച് പറഞ്ഞു, നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്കൊരു കോമ്പൻസേഷൻ ആയിട്ട് ഞാൻ എമൗണ്ട് തരാം. ആ എമൗണ്ട് കൊടുത്തത് ഗോൾഡിലാണ് കൊടുത്തത്. പുള്ളി അത് ഗോൾഡ് എടുത്തു വെച്ചോളൂ, നമുക്ക് 2-3 വർഷം കഴിയുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പണം ഒരു ഓഹരി ആയിട്ട് ഇട്ടിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 2-3 വർഷം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ജോലി പോയ സാധനങ്ങളെല്ലാം ഇപ്പൊ ഇത് ഗോൾഡ് ആയത് കിട്ടിയത് കൊണ്ട് ഇത് കൊണ്ട് ലോക്കറി കൊണ്ടുവച്ചു.
ഈ സമയത്ത് ഇപ്പത്തെ ഗോൾഡിന്റെ വില ഭയങ്കരമായിട്ടും കൂടി. ഓ മൈ ഗോഡ്. ഇപ്പോ ഈ 4 പിള്ളേർ കൂടി വേറൊരു കമ്പനി ഉണ്ടാക്കി അവര് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഭാഗ്യം വന്ന വഴിയുണ്ടോ? അത് ഭാഗ്യം എന്ന് പറയാൻ പറ്റും. ഞാനിപ്പോ റിസൾട്ട് അതെ, അവര് അത് അത്രയും നാൾ അവർക്ക് പണി ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ റോബർട്ട് ഗ്രീൻ പറഞ്ഞ കാര്യം. അതെ അതെ, പണി ഇല്ലാതിരുന്ന സമയത്ത് പോലും അവരത് എടുത്തില്ല. അതെ, എടുക്കായിരുന്നു വിൽക്കായിരുന്നു അവർക്ക് ചെയ്യാം. അവർ വേറെ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഇവര് സ്ഥിര ഉത്സാഹം ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകാനുള്ള പൈസ അവരുണ്ടാക്കിക്കൊണ്ട്. പക്ഷെ ഇപ്പൊ അവരത് നന്നായിട്ട് ഒരു നിക്ഷേപകന്റെ ജാഗ്രതായ മനസ്സ്, അതെ അതെ, നിക്ഷേപകന്റെ ഇൻവെസ്റ്ററുടെ മൈൻഡ് സെറ്റ് ആണ് അവർക്കുള്ളത്, മൈൻഡ് സെറ്റ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിന് ഭാഗ്യം എന്ന് പറയാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നൂറുകണക്കിന് കഥകൾ നമുക്ക് ഇങ്ങനെ പറയാനുണ്ട്. ഇതെല്ലാം നമ്മൾ ചെകഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സ് നടന്നിട്ടുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ പറയും ഭാഗ്യമെന്ന്. അത് മാത്രമല്ല, ആക്സിഡന്റ് അല്ല, മാത്രമല്ല, അതിന്റെ പുറകിൽ ഒരു പ്രോസസ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ കഷ്ടപ്പാടുകളുണ്ട്, ജോലിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഐസ്ബർഗ് പോലെയാണ്. മോളിങ്ങനെ കുറച്ച് കാണാം, പക്ഷെ അതിന്റെ അടിയിൽ ആഴത്തിൽ കിടക്കുന്നത് ആരും കാണുന്നില്ല. മോളിൽ ആ വിജയം മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ, ഇത്രയും വലുത് കാണുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? താങ്ക് യു റോബിൻജി. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മെഡിമിക്സ്. താങ്ക് യു.